എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ട്രൈകളർ പുലാവ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാനായി നമുക്ക് ദുബായിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. കണ്ടില്ലേ, ഇതാണ് ദുബായിലുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ലുലു ഹൈപ്പർ മാർക്കറ്റ്. കിസൈസിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. പുലാവ് നന്നാകണമെങ്കിൽ ഏറ്റവും നല്ല ബസ്മതി റൈസ് തന്നെ വേണം. അപ്പോൾ ഇക്കണോമിക്കലും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു ബസ്മതി റൈസാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ദാവത്ത് അവരുടെ പുതിയ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊരെണ്ണം നമുക്കെടുക്കാം. പിന്നെ അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ വാങ്ങി തിരിച്ച് ഷാർജയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, നല്ല ചൂടാണ്. പക്ഷേ എന്നാലും ദുബായിലും ഷാർജയിലും യു എയിൽ മൊത്തത്തിൽ ആക്ടിവിറ്റീസിനൊന്നും ഒരു കുറവില്ല. ജെറ്റ് സ്കീയിങ് കണ്ട് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നുപോയി. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ഇന്ന് സമയമില്ല. ഏതൊരു ഇന്ത്യൻ പൗരനും ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും സ്വാതന്ത്ര്യദിനം അത് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു സ്പെഷ്യൽ ഡിഷ്, ഒരു ട്രൈകളർ പുലാവ് തന്നെ ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിയത്. വെളുത്തത്, പച്ച, കുങ്കുമം, ഈ 3 നിറങ്ങളിലുള്ള റൈസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഈ 3 നിറങ്ങൾക്ക് വേണ്ടിയും കോമൺ ആയിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പോളം ബസ്മതി റൈസ്, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക 5. ബസ്മതി റൈസ് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഒരു 3-4 തവണയോളം കഴുകി വൃത്തിയാക്കാം. ഓക്കെ, ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ്സോളം സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഗ്രാമ്പുവും ഏലക്കായും അതിലേക്കിടാം. ഇനി നമുക്ക് സോക്ക് ചെയ്ത ഈ ബസ്മതി റൈസ് ഇതിലേക്കിടാം. ബസ്മതി റൈസ് വളരെ പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. നമുക്കൊരു 3/4% കുക്ക് ചെയ്ത് കിട്ടിയാൽ മതിയാവും. കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം ഒരു 3/4% കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കിഴുത്തപാത്രത്തിലേക്ക് മാറ്റി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഈ സമയത്ത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. സ്പൂൺ കൊണ്ട് ഈ റൈസ് ഒന്ന് ഇളക്കി സ്റ്റീം ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ലെയറിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുക്ക് ചെയ്ത ബസ്മതി റൈസ് 1 കപ്പ്, മിൻസ് ചെയ്തെടുത്ത പനീർ 1/2 കപ്പ്, കോക്കനട്ട് മിൽക്ക് 1/2 കപ്പ്, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി മിൻസ് ചെയ്തിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർക്കാം. നിറം മാറുന്നതിന് മുമ്പ് തന്നെ 1/2 കപ്പോളം കുക്ക്ഡ് റൈസ് ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് യോജിപ്പിക്കാം. വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഉപ്പും ചേർക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഗ്രീൻ ലെയർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു പിടി സ്പിനാച്ച്, കൊറിയൻഡർ ലീവ്സ്, മിൻറ്റ് ലീവ്സ് ഓരോ പിടിയോളം, 3 ഗ്രീൻ ചില്ലീസ്, ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ, ഒരു ചെറിയ സവോള, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഷുഗർ, അരമുറി നാരങ്ങയുടെ നീര്, 1 കപ്പ് കുക്ക്ഡ് റൈസ്, ഉപ്പ്, വെള്ളം, ആവശ്യത്തിന് ഓയിൽ. ആദ്യമായി നമുക്ക് സ്പിനാച്ച് കുറച്ച് നേരത്തേക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഷുഗറും ചേർത്ത് അതിലേക്ക് സ്പിനാച്ച് ചേർത്ത് കൊടുക്കാം. സ്പിനാച്ച് ഇപ്പോൾ വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനിയും കൊറിയൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും പിന്നെ ഗ്രീൻ ചില്ലീസും കൂടി ഇട്ട് സ്പിനാച്ചും ചേർത്ത് നമുക്കൊന്നൊരു ബ്ലെൻഡറിലിട്ട് അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ലീവ്സ് എല്ലാം നല്ല പ്യൂരിയായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കണം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലീവ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് പ്യൂരിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ലെയർ റെഡിയായി. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.
കുങ്കുമ നിറത്തിലുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൊമാറ്റോ പ്യൂരി ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി 2 ടൊമാറ്റോ എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലി മാറ്റി പ്യൂരിയാക്കി എടുക്കണം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1 ടീസ്പൂൺ ജീരകം, 1 സവാള ചെറുതായി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് എണ്ണ, 1 കപ്പ് കുക്ക് ചെയ്ത റൈസ്, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് എണ്ണ ചേർക്കണം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി മുളക് പൊടി ചേർത്ത് ഇളക്കണം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ചേർക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഡ്രൈ ആയിപ്പോയെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല കുങ്കുമ നിറമായിട്ടുണ്ട്, സാഫ്രൺ ലെയർ. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ലെയർ റൈസും വൈറ്റ് ലെയർ റൈസും പിന്നെ സാഫ്രോൺ ലെയറും കൂടെ മുകളിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ 3-4 ആൽമണ്ട്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ട്രൈകളർ പുലാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.